വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം. ഒസ്ര ഗോൾഡൻ ഡയമണ്ട്സ്. ബിലീവ് ഇൻ പ്യൂരിറ്റി. പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. മണ്ണാർമലയിൽ പല പ്രാവശ്യം പുലിയുടെ സാന്നിധ്യം കണ്ടിട്ടുണ്ട്. നാട്ടുകാർ പുലിയെ കണ്ടിട്ടുണ്ട്. അപ്പോഴേക്ക് വനം വകുപ്പ് വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞത് കാട്ടുപൂച്ചയാണെന്നാണ്. ശരിക്കും നാട്ടുകാരൊരു CCTV സ്ഥാപിച്ച് പുലിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നജീബ് കാന്തപുരം MLA വന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു, എല്ലാവരും വന്നിട്ടുണ്ട്. DFIയുടെ ഒരു സാന്നിധ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. MLA ഇങ്ങനെ നാട്ടുകാരെ പേടിപ്പിച്ച് എന്തെങ്കിലും കാണുമ്പോൾ വനംവകുപ്പ് പറയും കാട്ടുപൂച്ചയാണ്, അല്ലെങ്കിൽ കാട്ടാടാണ്, കാട്ടുപന്നിയാണെന്ന് പറഞ്ഞ് അവസാനം വയനാട്ടിലെ പോലെ ആരെങ്കിലും കടിച്ച് പുലി കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമോ ഈ സംഭവങ്ങളെല്ലാം? അല്ല, നമ്മൾ ഏറ്റവും വലിയ ആശങ്കയാണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്തത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനാണ്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ മെക്കാനിസവും ഇവിടെ പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടത്തിൽ നമുക്ക് അത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഗുരുതരമായ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇന്ന് മന്ത്രിയെ വിളിച്ചിട്ടും DFOയെ വിളിച്ചിട്ടും ഒന്നും നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഫോഴ്സിനെ ഇവിടെ എത്തിച്ച് ഒരു സെർച്ച് വളരെ ഗംഭീരമായി നടത്തണം. കാരണം ഈ പുലിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് CCTV ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ എത്രയും വേഗം ആ പുലിയെ പിടികൂടാനുള്ള ഒരു സെർച്ച് നടന്നിട്ടില്ലെങ്കിൽ പുലി പോയതിന് ശേഷം പുലി പോയ വഴിക്ക് പോയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇപ്പോൾ നടക്കുന്ന അതാണ്. പുലിൻ്റെ വഴിക്ക് പോവും, സെർച്ചിൻ്റെ വഴിക്ക് പോവും. അപ്പോൾ ആ ഒരു സംവിധാനം ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല. അത് ശരിക്കും ഇന്ന് വൈകുന്നേരത്തോടെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനെങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ജനങ്ങളുമായിട്ട് ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനിക്കും. ഒരു ചോദ്യം കൂടി MLAയോട്. സംഭവം അറിഞ്ഞ് MLA ഓടിയെത്തി. DFO ഉൾപ്പെടെ വനവകുപ്പിലുള്ള പല ആളുകളുമായി MLA ബന്ധപ്പെട്ടു. എന്നിട്ട് അവരൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പോലും ചെയ്യാത്തത് അതെന്താണത്? നാട്ടുകാരുടെ പലരും ചോദ്യമാണ്. അല്ല, ഇതിൽ വനംവകുപ്പിൻ്റെ പൊതുവായിട്ടുള്ള ഒരു നിലപാട് തന്നെ ഇങ്ങനെയാണ്. ഞാൻ വനംവകുപ്പിൻ്റെ സബ്ജക്റ്റ് കമ്മിറ്റി മെമ്പർ കൂടിയാണ്. എനിക്ക് കുറച്ചുകൂടി വനംവകുപ്പിനെ പറ്റി ആധികാരികമായിട്ട് പറയാൻ സാധിക്കും. കഴിഞ്ഞ കുറേ ഞങ്ങളുടെയൊക്കെ ഒരു ചർച്ചകൾക്കകത്ത് വരാനുള്ള ഒരു കാര്യം, ജനങ്ങളുടെ ജീവനോട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിലൊന്നും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള കരുതലും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. വന്യജീവികൾ ഇവിടെ വേണം, പക്ഷേ വന്യജീവികൾ കാട്ടിലാണ് ജീവിക്കേണ്ടത്. അവർ നാട്ടിലെത്തിയാൽ അത് തടയാനുള്ള ഉത്തരവാദിത്വം വന്യജീവി വകുപ്പ് മന്ത്രി എന്ന നിലക്ക് വനത്തിൻ്റെ സംരക്ഷണവും വന്യജീവികളുടെ സംരക്ഷണവും പോലെ തന്നെ മനുഷ്യൻ്റെ സംരക്ഷണവും കൂടി ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ല. അത് ഗുരുതരമായി തന്നെ കാണേണ്ടതാണ്. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫയുണ്ട്. അതായത് ജനങ്ങളുടെ ആശങ്ക വെറും ആശങ്കയല്ല, അത് പേടിയാണ്. ഈ വഴി പോകുമ്പോൾ അങ്ങ് പുലി ആക്രമിച്ച് ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഈ ആശങ്ക പരിഹരിക്കാൻ എന്താ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നത്? അതായത് ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ തന്നെ വേണ്ടപ്പെട്ട അതിൻ്റെ അധികാരികളെ ആദ്യമായി വിവരം അറിയിക്കുകയും അവർ യഥാസമയം റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ പ്രാദേശികമായ തലത്തിലുള്ള സമരപരിപാടി മുന്നോട്ട് പോകും. മാത്രമല്ല, പുലിയുടെ ഇപ്പോൾ നമ്മളെ കൺമുമ്പിൽ നിൽക്കുകയാണ്. ഈ പരിസരം വിട്ട് പുലി പോയിട്ടുണ്ടാവില്ല. പക്ഷേ വേനൽക്കാലം കൂടി വരികയാണ്. ഇപ്പോൾ ഈ ഭാഗത്തുള്ള കുടിവെള്ളങ്ങളും അതേപോലെ നീരുറവിൻ്റെ സ്ഥലമൊക്കെ ഒരുപക്ഷെ പുലിക്ക് കണ്ടെത്താൻ സാധിച്ചെന്ന് വരാം. പക്ഷേ അവിടെ മല പ്രദേശത്ത് കൂടെയൊക്കെ ആ വെള്ളം കിട്ടാതെ വരുമ്പോൾ ആ പുലിയുടെ സഹവാസം വീണ്ടും ഈ നാടൻ പ്രദേശങ്ങൾ കൂടിക്കൂടെ വരാനുള്ള സാഹചര്യം കാണുന്നു. അത് വലിയൊരു ഭയപ്പാടോടെയാണ് ഞങ്ങൾ കാണുന്നത്. അതായത് കാട്ടിലുള്ള ജീവികളെല്ലാം നാട്ടിലേക്ക് വരികയാണ്. അവിടെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം നാട്ടുകാരുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ട ആളുകൾ എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കുക. വനം വകുപ്പ് മന്ത്രിയും വനം വകുപ്പുമൊക്കെ ഇനിയും അലംഭാവം തുടർന്നാൽ വയനാട്ടിലെ പോലെ ആരെങ്കിലും കടിച്ചു കൊന്നതിന് ശേഷം അയ്യോ പുലി കൊന്നേ എന്ന് പറഞ്ഞ് വിലപിക്കുകയും എന്തെങ്കിലും സഹായം ചെയ്യുകയും ചെയ്യാമെന്ന് പറയേണ്ടി വരും. ഏതായാലും അതിനൊന്നും ഇടവരുത്താതെ എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ക്യാമറമാൻ വിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നീള 24 ലൈവ്.